ഗംഭീര പടമാണ്, കണ്ടിരിക്കണം. കണ്ടു തന്നെ അത് അനുഭവിക്കണം. ബ്രില്യൻ വർക്ക്. സീൻ മാറ്റി കുറേ ചരിത്രമാണ് ഇപ്പൊ അറിയുന്നത്. പലപ്പോഴും പല പോരായ്മകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും, ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. മഞ്ഞിൽ പുതുമഴ വീഴണുണ്ടേ. സൂപ്പർ സിനിമ, സൂപ്പർ സിനിമ. നന്നായിട്ടുണ്ട്. നല്ല സിനിമ. ഗംഭീര പടമാണ്, കണ്ടിരിക്കണം. കണ്ടു തന്നെ അത് അനുഭവിക്കണം. അത്രയ്ക്ക് നല്ലത്. ബ്രില്യൻ വർക്ക്. മാസ്റ്റർ പീസ്. നോവല് ഞാൻ വായിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ കേട്ടിട്ട് ആഡ് ചെയ്ത, പക്ഷേ പടം വേറെ ലെവലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെ ലോകത്തായി പോയി. ഇപ്പോൾ ശരിക്കും ഞാൻ വേറൊരു ഫീലിൽ നിങ്ങൾ സംസാരിക്കണേ. ആ ഒരു ഹാങ് ഓവർ മാറിയില്ല. ഇനി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പോയി കഴിയുമ്പോൾ അത്രയ്ക്ക് അമ്യൂസിങ് ആയിട്ടാണ് നമ്മൾ ശരിക്കും മലയാളം മൂവിയൊക്കെ വേറെ ലെവലായി പോയി. സീൻ മാറ്റി കുറേ ചരിത്രമാണ് ഇപ്പോൾ അറിയുന്നത്. ഒരു രക്ഷയില്ല. രാജുവേട്ടൻ, റഹ്മാൻ സാറ്, പിന്നെ ബ്ലസി സാറ്, ബെന്യാമിൻ സാർ, പിന്നെ ഇതിൽ സപ്പോർട്ടേഴ്സ് എല്ലാവരും. ഓസ്കാറിൽ കുറഞ്ഞ വേറെ ഒന്നുമില്ല. ഓസ്കാർ കിട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖം ഓർത്താൽ മതി. ഓക്കെ. ഒരു രക്ഷയില്ലട്ടാ. നമ്മൾ ഭയങ്കരമായിട്ട് പുള്ളി അത് നമ്മൾ എല്ലാവരും കണ്ട പോലെ തന്നെ പുള്ളി ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ദൈവം ഒരു പ്രതിഫലം അതിന് കൊടുക്കും. രാജുവേട്ടൻ പൊളിച്ചിട്ടുണ്ട്, രക്ഷയില്ല. പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹ്മാനെ, പെരിയോനെ റഹീം, അങ്ങകലെ അങ്ങകലെ മഞ്ഞിൽ പുതുമഴ വീഴണുണ്ടേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഓസ്കാർ അവാർഡ് എന്തായാലും വരും. ഓക്കെ. ആടുജീവിതം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. റോക്ക്. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒറ്റ വാക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കറിയില്ല, അത്രയും ഫീൽ ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും അത്രയും. കാരണം നോവല് ഞാൻ ഓൾറെഡി പടം കാണാൻ വന്നൊരു എക്സ്പെക്റ്റേഷനിലാണ്. കാരണം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കരയുന്ന എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. കാരണം നോവൽ 2 തവണ വായിച്ചപ്പോഴും ഞാൻ കരഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ഇത്രയ്ക്ക് കരയിപ്പിക്കുന്നു ഞാൻ കരുതിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഓരോ തുടക്കം മുതൽ എൻഡ് വരെ നമ്മൾ ആ ഒരു സ്ക്രീനിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അത്രയും വലുതാണ് പടം ചെയ്തു വെച്ചിരുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ നോവൽ വായിച്ച ഒരാൾക്കും അത് നിരാശപ്പെടേണ്ടി വരില്ല. സാധാരണ ഒരു നോവലിനെ അല്ലെങ്കിൽ കഥേനെ സിനിമയാക്കുമ്പോൾ പലപ്പോഴും പല പോരായ്മകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും, ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. കറക്റ്റ് നോവൽ വായിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ, അതായത് കേട്ടും വായിച്ചും അറിഞ്ഞതിനേക്കാൾ കൂടുതൽ നജീബിൻ്റെ ലൈഫ് നമുക്ക് കാണാൻ പറ്റും, ഫീൽ ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള എഫേർട്ട് അത്രയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം രാജേട്ടൻ എങ്ങനെയാണ്, പുള്ളിയുടെ ലുക്ക് എങ്ങനെ, ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ആ മനുഷ്യന് നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇങ്ങനെ ഇരുന്ന ആൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ആവുന്നുണ്ടല്ലോ. അവിടെ വാക്കുകളോ ഡയലോഗോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് മറിയുന്ന ആ സീക്വൻസ് മാത്രം മതി ആ നജീബ് എന്ന വ്യക്തി എത്രത്തോളം അവിടെ കടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പുള്ളി വഴി കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈവൻ അവിടെ ആ ചൂട് മണൽ അവരനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അവിടെ സ്ക്രീനിലിരുന്ന് നമുക്ക് പക്ഷേ ദാഹിച്ച വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവരവിടെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഇതാവുമ്പോൾ നമ്മൾക്ക് കഴിയൂല. എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും നമ്മളത് സ്വാധീനിക്കുന്നുണ്ട് ആ വിഷ്വൽസ്. അപ്പോൾ പൃഥ്വിരാജ് മാത്രമല്ല, ഇത് ക്രൂ എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അമലപ്പോളും അതായത് അവരെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീനുകളിലാണ് ഉള്ളത്. പക്ഷെ എന്നാൽ പോലും അവർ തമ്മിലുള്ള ആ ഒരു കോംബോ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷ്വൽസ്, പല സീൻസും നമുക്ക് അത്രയും ടച്ച് ചെയ്യും, നമ്മളെ കരയിപ്പിക്കുന്നതിൽ അമലപ്പോളും ഉണ്ട് എന്ന് പറയാം. മസ്റ്റ് വാച്ചാണ്. ഒരിക്കലും നോവൽ വായിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കഥ അറിയാമെന്ന് പറഞ്ഞ് തിയേറ്ററിലൊന്നും കാണാതിരിക്കരുത് ആരും. കാരണം അത് ഈ പറഞ്ഞ പോലെ കേട്ടറിനെ വായിച്ചതിനേക്കാൾ അപ്പുറം നമ്മൾ കണ്ടറിയേണ്ടതാണ് നജീബിൻ്റെ ലൈഫ്. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് തന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം.